മാർച്ച് 5 തപസ് കാലം 1-ാം ഞായർ. ഭൂമി മുഴുവൻ കർത്താവിന്റെ മുൻപിൽ ആനന്ദഗീതം ഉതിർക്കട്ടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 4 തിരുവചനങ്ങൾ 1 മുതൽ 11 വരെ. അക്കാലത്ത് പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. അപ്പോൾ അവന് വിശന്നു. പ്രലോഭകൻ അവനെ സമീപിച്ചു പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക. അവൻ പ്രതിവചിച്ചു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അനന്തരം പിശാച് അവനെ വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിൽ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക. നിന്നെക്കുറിച്ച് അവൻ തന്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു. വീണ്ടും പിശാച് വളരെ ഉയർന്ന ഒരു മലയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും അവനെ കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകും. യേശു കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോവുക. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൈവദൂതന്മാർ അടുത്തുവന്ന് അവനെ ശുശ്രൂഷിച്ചു. കർത്താവിന്റെ സുവിശേഷം. വിചിന്തനം. യേശുവിന്റെ മരുഭൂമിയിലെ 3 പരീക്ഷണങ്ങളെയും ഇസ്രായേൽ ജനത മരുഭൂമിയിൽ വച്ച് തങ്ങളുടെ ദൈവത്തോട് കാണിച്ച വിശ്വാസരാഹിത്യത്തിന്റെ തന്നെ തനിയാവർത്തനമായി കാണാം. മോശ മലമുകളിലേക്ക് കയറിയപ്പോൾ ഇസ്രായേൽ ജനം തങ്ങളുടെ പൂർവികർ ഈജിപ്തിൽ വച്ച് ചെയ്തതുപോലെ വിഗ്രഹാരാധനയിലേക്ക് തിരിയാൻ ശ്രമിക്കുന്നു. ഈ പ്രലോഭനത്തിൽ യേശുനാഥൻ വിഗ്രഹാരാധനയിലൂടെ വാഗ്ദാനം ചെയ്യപ്പെടുന്ന സമ്പത്തും സൗഭാഗ്യങ്ങളും ഒരിക്കലും അന്വേഷിക്കാതെ നിന്റെ ദൈവമായ കർത്താവിനെ മാത്രം ആരാധിക്കുവാൻ പ്രലോഭകനെ ശാസിക്കുന്നു. മരുഭൂമിയിൽ വച്ച് ജലം ചോദിച്ചുകൊണ്ട് ദൈവത്തെ പരീക്ഷിച്ചു. ഇസ്രായേൽ ജനം നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് യേശുനാഥൻ പ്രലോഭകനെ ശാസിക്കുന്നു. മരുഭൂമിയിൽ വച്ച് ഭക്ഷണം തീർന്നപ്പോൾ അവരുടെ സ്വാതന്ത്ര്യത്തെ പുച്ഛിക്കുകയും ഈജിപ്തിലെ അടിമത്തത്തിലെ ഇറച്ചിക്കലങ്ങൾക്കരികിലേക്ക് ചുറ്റിലേക്ക് തിരികെ പോകുവാനും പ്രലോഭിക്കപ്പെട്ട ഇസ്രായേൽ ജനത്തെ മന്ന പൊഴിച്ചുകൊണ്ട് അവരെ തീറ്റിപ്പോറ്റുമ്പോഴും അവരുടെ നന്ദികേടിനെ ശാസിച്ചതുപോലെ യേശുവും കല്ലുകൾ അപ്പമാക്കി ഭക്ഷിക്കാൻ പ്രലോഭിക്കപ്പെട്ടപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുവാൻ പ്രലോഭകനെ ശാസിക്കുന്നു. പ്രലോഭനങ്ങളെ തിരിച്ചറിയുക, ദൈവത്തിന്റെ ശക്തിയിൽ ശരണപ്പെടുക. ആമേൻ.
ഇന്നെനിക്ക് തിരുനാഥ ദർശനഹേതുക്കളായി. തോൽവികളിന്നെനിക്ക് സർവേശ സാന്നിധ്യവേദികളായി. ദുഃഖങ്ങളിന്നെനിക്ക് ദൈവത്തിൻ ദയ തേടും വീഥികളായി. രോഗങ്ങളിന്നെനിക്ക് കുരിശിൽ സായോജ്യ